അങ്ങനെ നമ്മുടെ നിധി ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള പ്രൊജക്റ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹരീഷിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഇങ്ങനെ നാളെ തന്നെ സ്കൂട്ടി എത്തിക്കാൻ പറ്റുമോ, നാളെ 21-ാം തീയതി അല്ല ആയിട്ടുള്ളൂ, നാളെ എത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 21-ാം തീയതി കേൾക്കണ സമയത്ത് നമ്മുടെ സുധീഷ് നേരെ ചെല്ലുന്ന നിധിയുടെ അടുത്തേക്ക്. നിധിയോട് പറയുന്നുണ്ട്, അല്ല നിധി നാളെ 21-ാം തീയതി, നാളെ അല്ലേ നമ്മുടെ കേസിൻ്റെ ഹിയറിംഗ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ അപ്പോൾ പറയുകയും ചെയ്തു, അവൾ നാളെ പോണ്ടാ പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, എനിക്ക് നാളെ ഓഫീസിൽ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് നാളെ പോകാൻ പറ്റില്ല, ഇനിയൊരു ദിവസം ആവാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് നാളെ ഓട്ടമുണ്ട്, ഞാൻ അതെങ്ങനെ ഇപ്പം നീതിയോട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ഇനിയുള്ള ദിവസം പറഞ്ഞാൽ മതി, ഞാൻ നേരത്തെ അതൊക്കെ ലീവ് എടുത്തിരിക്കുകയെന്നൊക്കെ പറയും. അപ്പോഴേക്കും നമ്മുടെ ഗായത്രി നമ്മുടെ സുധീഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ആ നീതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ഹലോ ഗായു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗായത്രിയെ വിളിക്കണമെന്നൊക്കെ നീതിയോട് പറയുന്നുണ്ട്. ആ സമയത്ത് നീതി പറയുന്നുണ്ട്, അതിന് ഞാൻ എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ സുധീഷ് ഗായത്രിയോട് വലിയ സുഖമില്ലാത്ത മട്ടിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നീതി കഴിഞ്ഞിട്ടുണ്ടാവും ഫോണെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് നിധിയെ കണ്ടപ്പോൾ പിന്നെ ഗായത്രി നിന്നെ കാണാൻ എന്തൊരു സ്വീറ്റാന്നൊക്കെ പറയുന്നത്. അവിടുന്ന് ഗായത്രി പറഞ്ഞ് സുധീഷ് ഏട്ടനെ കാണാൻ നല്ല സ്വീറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ നിധിക്ക് ദേഷ്യം വന്നിട്ട് ഉള്ളിൽ പോയിട്ട് വാതിലടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗായത്രിയുടെ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ സുധീഷ് ഹരീഷിനോട് പറയുന്നുണ്ട്, കണ്ടോ എൻ്റെ ഫോൺ വിളി കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്, അങ്ങനെ ആയിട്ട് അവൾക്ക് എന്നോട് സ്നേഹം കൂടുള്ളൂ എന്ന് പറയുന്നത്. ആ സമയത്ത് ഹരീഷ് പറയും, എങ്ങനെ പോയ സ്നേഹം കൂടുകയല്ല, നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ച് പുറത്തേക്കാക്കുക ചെയ്യാന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹരീഷ്. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ കടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ചാന്ദിനി ഒരു ഹാർട്ടായിട്ട് മെസ്സേജ് വിടുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടൻ കണ്ടിട്ട് ഇതൊക്കെ ചിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ തിരിച്ച് എന്താ വിടേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് തിരിച്ച് ഒരു ഹാർട്ട് വിടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചാന്ദിനി നിങ്ങൾ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് മെല്ലെ കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് വോയിസ് വിടുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, ഞാൻ കഴിച്ചു നീ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വോയിസ് വിടുന്നുണ്ട്. അങ്ങനെ രണ്ടാളും അത് നല്ല സന്തോഷമായിട്ട് ആ വോയിസൊക്കെ കേട്ടിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.